ഹലോ, വെൽക്കം ബാക്ക്. സെലീസ് ക്രോഷറ്റ് ഹബിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് മാജിക് സർക്കിൾ എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ള ആ ഒരു വീഡിയോനെ കുറിച്ചിട്ടാണ്. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു മാജിക് സർക്കിളിനെ കുറിച്ചിട്ടുള്ള ഒരു വീഡിയോ ചെയ്യുന്നതാണ് എന്നുള്ളത്. അപ്പോൾ ഇതാ മാജിക് സർക്കിൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു യാൺ എടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ ഒരു ഹുക്ക് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ മാജിക് സർക്കിൾ എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളത് കാണിക്കാം. മാജിക് സർക്കിൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ വിരലിൻ്റെ ഇപ്പോൾ ഒരു വിരലിലാണ് പറഞ്ഞിരുന്നത്, ഇയാണ് ഇങ്ങനെ പിടിക്കുക. അപ്പോൾ ടൈലൻഡ് ഇവിടെയും വരും, വർക്കിംഗ് ആണ് ഇവിടെയും വരും കേട്ടോ. ഇതിനെ നമ്മളിങ്ങനെ ക്രോസ് ചെയ്തിട്ടൊന്ന് ഇട്ടുകൊടുക്കുക. ഇങ്ങനെ ക്രോസ് ചെയ്തിട്ട് ഇട്ടുകൊടുക്കുക. എന്നിട്ട് ഈ ഇവിടുന്ന് ഈ ആണിനെ ഇങ്ങനെ വലിച്ചെടുക്കുക. എന്നിട്ട് ഇവിടെ ഒരു ചെയിൻ ഇട്ട് കൊടുക്കാം. ഇവിടെ ഒരു ചെയിൻ ഇട്ട് കൊടുത്തിട്ട് പിന്നെ ബാക്കി നമ്മൾ സിംഗിൾ ക്രോഷ്യാണ് കേട്ടോ ചെയ്യുന്നത്. സിംഗിൾ ക്രോഷ്യ ഇങ്ങനെ ആ ഒരു റൗണ്ടിൽ ചെയ്തെടുക്കാം. ഫസ്റ്റ് ടൈം ചെയ്യുന്നവർക്ക് നല്ല ബുദ്ധിമുട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ ഒരുപാട് പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് ചെയ്യുക. അപ്പോഴാണ് മാജിക് സർക്കിളൊക്കെ റെഡി ആവുള്ളൂ. ഇപ്പം ഇങ്ങനെ ഇതിൽ ഒരുപാട് സിംഗിൾ ക്രോഷ്യ ചെയ്യാം. ഞാനിവിടെ ഒരു 3-4 സിംഗിൾ ക്രോഷ്യ ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ഒരു ടൈലൻഡ് വന്നില്ല, അതിനെ ഇങ്ങനെ പിടിച്ച് വലിച്ചാൽ നമ്മുടെ മാജിക് സർക്കിൾ കിട്ടും. അപ്പോൾ ഇത് ഒരു സർക്കിൾ രൂപത്തിൽ നമുക്കിത് കിട്ടും. അപ്പോൾ ഞാനിവിടെ വളരെ കുറഞ്ഞ സ്റ്റിച്ച് ഇട്ടിട്ടാണ് കേട്ടോ നമുക്കതൊരു സർക്കിൾ രൂപത്തിലാവാത്തത്. ഞാൻ ഒരു പ്രാവശ്യം കൂടെ നിങ്ങൾക്ക് കാണിച്ചു തരാം. യാണിൻ്റെ ടൈലൻഡ് ഈ ഉൾവശത്ത് വരുന്ന വിധത്തിൽ ഇങ്ങനെ വെക്കുക. ബാക്കി വർക്കിംഗ് യാണിനെ ഇങ്ങനെ ക്രോസ് ചെയ്തിടുക. അപ്പോൾ ഒരു ക്രോസിങ് കിട്ടും. ആ ഒരു ക്രോസിങ്ങിൻ്റെ ഫസ്റ്റ് ഈ ഇത് വന്നില്ലേ, ടൈലൻഡ് പോയ ആ ഒരു യാണിൻ്റെ ഉള്ളിലൂടെ ഈ വർക്കിംഗ് യാണിനെ വലിച്ചെടുക്കുക. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു സർക്കിൾ കിട്ടും കേട്ടോ. ഇതാണ് ആ ഒരു സർക്കിൾ വരുന്നത്. അതായത് ഇതൊക്കെ ഇങ്ങനെ ഒരു സർക്കിൾ കിട്ടും. ഇതാണ് നമ്മുടെ വർക്കിംഗ് യാണ്. ഇത് ടൈലൻഡ്. ഇതിലൂടെ ഇനി ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു ഫസ്റ്റ് ഒരു ചെയിൻ സ്റ്റിച്ച് ഇട്ട് കൊടുക്കുക. ഇതിപ്പോൾ സിംഗിൾ ക്രോഷ്യ ആയതുകൊണ്ട് നമ്മൾ 1 ചെയിനാണ് ഇട്ട് കൊടുക്കുന്നത്. സിംഗിൾ ക്രോഷ്യ ആയതുകൊണ്ട് 1 ചെയിൻ. എന്നിട്ട് ഇവിടുന്ന് അങ്ങനെ സിംഗിൾ ക്രോഷ്യ ഈ ഒരു റൗണ്ടിൽ അങ്ങനെ ചെയ്ത് കൊടുക്കുക. ഇനി നെക്സ്റ്റ് നമ്മൾ ഡബിൾ ക്രോഷ്യ ആണെന്നുണ്ടെങ്കിൽ 3 ചെയിൻ ഇട്ട് കൊടുക്കുക കേട്ടോ. 3 ചെയിൻ ഇട്ട് കൊടുത്തിട്ട് പിന്നെ ഫുള്ള് ഇതിലിങ്ങനെ ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് അങ്ങനെ ചെയ്തെടുക്കാം. ഞാൻ നിങ്ങൾക്കൊരു സർക്കിൾ രൂപത്തിലുള്ള കാണിച്ചു തരാം. ഫുള്ള് DC ചെയ്ത് ഇപ്പോൾ അതാ ആ ടൈലൻഡ് പിടിച്ച് ഇങ്ങനെ വലിക്കുമ്പോൾ നമുക്കിങ്ങനെ ഒരു സർക്കിളായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ റൗണ്ട് ഷേപ്പിൽ ഉള്ള പ്രൊജക്റ്റിന് വേണ്ടിയിട്ട് മാജിക് സർക്കിൾ ചെയ്തിട്ടിൽ DC ചെയ്യാം. നമുക്ക് ഹാഫ് DC ചെയ്യാം, ട്രിപ്പിളും അതുപോലെ തന്നെ സിംഗിളൊക്കെ ചെയ്തിട്ട് നമുക്ക് ഓരോന്നും അങ്ങനെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഇനി ലാസ്റ്റ് നമ്മൾ ഈ ഒരു സർക്കിൾ ഇവിടെ ക്ലോസ് ചെയ്യാന്ന് വെച്ചാൽ ഈ ഒരു ഹുക്കിലൂടെ ഇവിടെ സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ടിട്ടാണ് കേട്ടോ ക്ലോസ് ചെയ്യാം. അപ്പോൾ ഇത് ഇവിടുന്ന് അങ്ങോട്ട് 3ാമത്തെ ചെയിനിൽ സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ടിട്ട് സ്ലിപ്പ് സ്റ്റിച്ച് ഇടാൻ ഇതൊക്കെ ചെയിനിലോട്ട് ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് ആ ഒരു ചെയിനിനുള്ളിലൂടെ 2 എണ്ണത്തിൻ്റെ ഉള്ളിലൂടെ ഇങ്ങനെ വലിച്ചെടുക്കുക. അപ്പോൾ ഒരു സ്ലിപ്പ് സ്റ്റിച്ച് ആയിട്ടോ. ഇങ്ങനെയാണ് നമ്മൾ മാജിക് സർക്കിൾ ക്ലോസ് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ കിട്ടും ഒരു മാജിക് സർക്കിൾ. അപ്പോൾ മാജിക് സർക്കിൾ ഉണ്ടാക്കാൻ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇതിനെ കുറിച്ചിട്ട് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റിലൂടെ ചോദിക്കാം.
നെക്സ്റ്റ് നിങ്ങൾക്ക് ക്രോഷ്യയുടെ ഏത് പ്രോഡക്റ്റ് ആണ് പഠിക്കാൻ താല്പര്യമുള്ളത് എന്നുള്ളത് കമൻറ്റ് ചെയ്തോളി. അപ്പോൾ നമുക്ക് ആ ഒരു പ്രൊജക്റ്റ് ഉണ്ടാക്കിയിട്ട് അതിൻ്റെ ഒരു ട്യൂട്ടോറിയൽ വീഡിയോ അപ്ലോഡ് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ ക്രോഷ്യയുടെ വേറെ എന്തെങ്കിലും ട്യൂട്ടോറിയൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ വീഡിയോയെ കുറിച്ചിട്ടുള്ള അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ കമൻറ്റിൽ അറിയിക്കുക. അപ്പോൾ നെക്സ്റ്റ് നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.